أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 26-ാമത്തെ ആയത്താണ് നിങ്ങളിവിടെ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്ക് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആരാമങ്ങളുണ്ട്. അവിടെ വെച്ച് അവർക്ക് കായ്കനികളിൽ നിന്ന് വല്ലതും ആഹാരമായി നൽകപ്പെടുമ്പോഴെല്ലാം ഇത് മുമ്പ് ഞങ്ങൾക്ക് നൽകപ്പെട്ടത് തന്നെയാണെന്ന് അവർ പറയും. അന്യോന്യം സദൃശ്യമായ വിധത്തിലാണ് അതവർക്ക് നൽകപ്പെടുക. അവിടെ അവർക്ക് പരിശുദ്ധരായ ഇണകളുമുണ്ടായിരിക്കും. അവരതിൽ നിത്യവാസികളായിരിക്കും. ഈ ആയത്തിനെ ഹുസൂർ വിശദീകരിച്ചപ്പോൾ ഇതിൽ സർ വില്യം മൂറിൻ്റെ ഒരു ആരോപണത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതായത് അവർക്കതിൽ പരിശുദ്ധരായ ഇണകളുണ്ടാകും എന്നുള്ള ആ വാക്കിനെ എടുത്തുകൊണ്ടുള്ള സർ വില്യം മൂറിൻ്റെ ആരോപണം, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മക്കയിൽ ഒരു ഭാര്യയെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മക്കയിലിറങ്ങിയ ആയത്തുകളിലെ സൂറത്തുകളിലൊക്കെ സ്വർഗത്തിലെ ഈ സ്ത്രീകളെക്കുറിച്ചും അതായത് സ്വർഗത്തെക്കുറിച്ചുള്ള ഒരുപാട് ഇതുണ്ടായിരുന്നു. അതായത് ഭൗതികമായ ആവശ്യങ്ങളൊക്കെ മക്കയിൽ കുറവായിരുന്നു. അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശം അതിലത് കിട്ടും ഇത് കിട്ടും എന്നെല്ലാം പറഞ്ഞു. പക്ഷേ മദീനയിലെത്തിയപ്പോൾ ആ പരാമർശം കുറഞ്ഞു എന്നുള്ള രീതിയിൽ ആരോപണമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മറുപടി ഹുസൂർ പറയുകയായിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഹുസൂർ പറയുന്നു, സത്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മദീന ജീവിതത്തെ അപേക്ഷിച്ച് മക്ക ജീവിതത്തിൽ സമൃദ്ധി ആസ്വദിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹദരത്ത് ഖദീജ റളിയല്ലാഹു അൻഹ അവർ അവരുടെ സമ്പത്ത് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സമർപ്പിക്കുകയുണ്ടായിരുന്നു. അതിനാൽ തന്നെ മക്കയിൽ വളർന്ന് വിവാഹിതരായ ഹദരത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മക്കൾ, അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിലപിടിപ്പുള്ള ആഭരണങ്ങളെല്ലാം സമ്മാനമായി നൽകിയതായി, വിവാഹവേളയിലെല്ലാം ആഭരണങ്ങൾ സമ്മാനമായി നൽകിയതായിട്ട് നമ്മൾക്ക് ചരിത്രത്തിൽ നിന്നും കാണാൻ സാധിക്കും. എന്നാൽ മദീനയിൽ വളർന്ന് വിവാഹിതയായ ഹദ്രത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന് ഒരു മോതിരം പോലും നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ലൗകിക വീക്ഷണത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സ്ഥിതി മദീനയെ അപേക്ഷിച്ച് മക്കയിൽ മെച്ചപ്പെട്ടതായിരുന്നു സത്യത്തിൽ. അപ്പോൾ ഈ ഇവരുടെ ആരോപണം എന്ന് പറയുന്നത് മക്കയിലൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായിരുന്നത്. മദീനയിൽ വന്നപ്പോൾ എല്ലാം കിട്ടിയപ്പോൾ മാറിയതാണെന്നാണ് പറയുന്നത്. പക്ഷേ സത്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, ദീനീ സേവനങ്ങൾക്ക് വേണ്ടി ഖദീജ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സമ്പത്തുകൾ ചിലവഴിച്ച് അതൊന്നും ഇല്ലാതാകുകയാണ് ഉണ്ടായത്. പിന്നെ ഹുസൂർ പറയുന്നു, സർ വില്യം മൂറിൻ്റെ വാദം ശരിയാണെങ്കിൽ, ഇങ്ങനെയുള്ള വാദം ശരിയാണെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെ എതിരാളികൾക്കും ഇതേ ആരോപണം പറയാൻ അവകാശമുണ്ട്. കാരണം യേശു ദാരിദ്ര്യവും യഹൂദന്മാരുടെ എതിർപ്പും കാരണം ഇവിടെയും അവിടെയുമെല്ലാം ഓടി നടന്ന് ബുദ്ധിമുട്ട് അനുഭവിച്ചതിനാൽ തൻ്റെ മനസ്സിൻ്റെ വേദന മാറ്റാൻ താൻ യഹൂദന്മാരുടെ രാജാവാകാൻ പോകുന്നു എന്ന ചിന്തകളിലൂടെ ആശ്വാസം കണ്ടെത്തിയിരുന്നു എന്ന് പറയേണ്ടി വരും. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സ്വർഗത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു എന്നെല്ലാം പറയുന്നതിന് മറുപടിയായിട്ടാണ് പറയുന്നത്. പിന്നെ ഹുസൂർ വേറൊരു ഇത് പറയുന്നത്, അതായത് മത്തായി 25-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 12 വരെയുള്ള വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഹുസൂർ പറയുന്നു, സർ വില്യം മൂറിൻ്റെ വാദഗതി ശരിയാണെങ്കിൽ യേശുവിന് ഇവിടെ വിവാഹം കഴിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു രണ്ടാം വരവ് ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ അതിൽ മണവാളനായി വരുന്നതിനെക്കുറിച്ചും ഒന്നല്ല ഒരുമിച്ച് 5 കന്യകകളെ കൊണ്ട് വീട്ടിൽ പ്രവേശിക്കും
എന്നും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ബൈബിളിൽ പറയുന്ന ആ സമയത്ത് സ്വർഗരാജ്യം 10 കന്യകകളോട് ഉപമിക്കപ്പെടുമെന്ന്. അപ്പോൾ ഇതെല്ലാം തന്നെ യേശുവിന് വിവാഹം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ആരോപിച്ചാൽ അത് അംഗീകരിക്കേണ്ടി വരില്ലേ എന്ന് ഹുസൂർ ചോദിക്കുന്നു. പിന്നെ ഹുസൂർ ഇതിന് വേറൊരു വിധത്തിൽ ഇതിന് മറുപടി പറയുന്നത്, അതായത് മക്കയിലെ കാലഘട്ടത്തിൽ വിശ്വാസങ്ങളുടെ വിശദീകരണത്തിന് ഊന്നൽ നൽകേണ്ടത് ആവശ്യമായിരുന്നു. കാരണം തുടക്കത്തിൽ വിശ്വാസങ്ങളുടെ ശക്തിയായ മനസ്സിലാക്കലും അവയുടെ അധ്യാപനങ്ങൾ, അതിനെ പഠിപ്പിക്കലും പ്രധാനമാണ്. അതിനാൽ മക്കയിലെ സൂറത്തുകളിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൂടെ വിശദീകരണം കൂടുതൽ വിശദമായി കാണപ്പെടുന്നു. സ്വർഗവും വിശ്വാസങ്ങളുടെ ഭാഗമാണ്, വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതിനാൽ മക്കയിലെ സൂറത്തുകളിൽ സ്വർഗത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ട്. മദീനയിലെ സൂറത്തുകളിൽ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ സ്ഥാപനം കൂടുതൽ പ്രധാനമുള്ളതായിരുന്നു ആ സമയത്ത്. അതിനാൽ ആ കാലഘട്ടത്തിൻ്റെ സാഹചര്യമനുസരിച്ച് അള്ളാഹു മദീനയിലെ സൂറത്തുകളിൽ അധ്യാപനങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഹുസൂർ പറയുന്നത് സർ വില്യം മൂറിൻ്റെ മറ്റൊരു വിമർശനത്തെക്കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹം ഇതും പറയുന്നുണ്ട്, ഇതല്ലെങ്കിൽ മറ്റൊന്നായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതും പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, മദീനയിൽ വന്നപ്പോൾ യഹൂദികളുടെയും ക്രിസ്ത്യാനികളുടെയും സ്വാധീനം മൂലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്വർഗത്തെക്കുറിച്ചുള്ള തൻ്റെ വചനങ്ങൾ മാറ്റി എന്ന് പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വർഗത്തെക്കുറിച്ചുള്ള വചനങ്ങൾ മാറ്റിയെന്ന്, അതായത് യഹൂദികളുടെ ഇതിലൊക്കെ പ്രഭാവിതനായിക്കൊണ്ട് ആയതാണ്. അതുകൊണ്ടാണ് മദീനയിലെ സൂറത്തുകളിൽ ഈ സ്വർഗത്തിലെ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഇത് കുറഞ്ഞു പോയത് എന്ന് പറയുന്നു. എന്നിട്ട് ഹുസൂർ പറയുകയാണ്, ആരോ പറഞ്ഞത് ശരിയാണ്, കളവിന് ഓർമ്മശക്തി ഉണ്ടാകില്ല. അതായത് ക്രിസ്ത്യൻ എഴുത്തുകാർ മക്കയിലെ അവിശ്വാസികളുടെ വിമർശനത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മറ്റൊരാൾ പഠിപ്പിക്കുന്നുണ്ടെന്നും ചില അടിമകൾ, ക്രിസ്ത്യൻ അടിമകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ക്രിസ്ത്യൻ ഗ്രന്ഥങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നുവെന്നും അവർ ഊന്നി പറയുന്നുണ്ട്, ഈ ക്രിസ്ത്യൻ എഴുത്തുകാർ. പിന്നെ അവർ ആരോപിക്കുന്നു, അദ്ദേഹത്തിൻ്റെ യൗവനകാലത്തൊരു ക്രിസ്തീയ സന്യാസിയിൽ നിന്നും ക്രിസ്തുമതത്തിൻ്റെ പഠനം നേടിയെന്നും അത് ഖുർആനിൽ പകർത്തിയെന്നും പറയുന്നു. സർ വില്യം മൂർ തന്നെ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ ഒരു റോമൻ അടിമയായിരുന്ന, മക്കയിൽ താമസിച്ചിരുന്ന ഒരു അടിമ സുഹൈബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ക്രിസ്തുമതത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവ് നേടി എന്ന് പറയുന്നു, ആരോപിക്കുന്നു. അപ്പോൾ പിന്നെ ഇത് ശരിയാണെങ്കിൽ മദീനയിലേക്ക് വരുന്നതിന് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിസ്തീയ പഠനത്തെക്കുറിച്ച്, ക്രിസ്തീയ അധ്യാപനങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മദീനയിൽ വന്ന് യഹൂദികളെയും ക്രിസ്ത്യാനികളുടെയും സ്വർഗത്തെക്കുറിച്ചുള്ള ആ അധ്യാപനങ്ങളിൽ പ്രഭാവിതനായി എന്ന് പറയുന്നത് തെറ്റാണല്ലോ എന്ന് ഹുസൂർ ഇവിടെ സമർത്ഥിക്കുന്നു. എന്നിട്ട് ഹുസൂർ പറയുകയാണ്, യഥാർത്ഥത്തിൽ യഹൂദ ക്രിസ്ത്യൻ സാഹിത്യത്തിൽ സ്വർഗത്തെക്കുറിച്ച് ഒരു പരാമർശവും ഇല്ല എന്നുള്ളതാണ്. ഇസ്രായേലിയർക്ക് ഈ ലോക ജീവിതത്തിൽ അതിയായ ആസക്തിയാണ് ഉണ്ടായിരുന്നത്. അവരുടെ ശാഖയായ ക്രിസ്തുമതവും ഈ രോഗത്തിൽ അകപ്പെട്ടിരുന്നു. പരലോക ജീവിതത്തെക്കുറിച്ച് അവരുടെ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായൊരു അധ്യാപനങ്ങളുമില്ല. അവർ പ്രവാചകന്മാർ പരലോക ജീവിതത്തെക്കുറിച്ച് നൽകിയ വാഗ്ദാനങ്ങളെ ഈ ലോകത്തിൻ്റെ ജീവിതത്തിനായി മാത്രം ഉപയോഗിച്ചു. അതിനാൽ അവരിൽ നിന്ന് ആരെങ്കിലും ഇതിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊള്ളുക എന്നത് അസാധ്യമാണ്. അതായത് അവരുടെ സ്വർഗം കണ്ടുകൊണ്ട് അതിൽ പ്രചോദനം ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ്, അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ചയോ അവയിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊള്ളാനോ സാധ്യതയില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അവർ ഈ ലോക ജീവിതത്തിലേക്ക് മാത്രം ആകർഷിക്കപ്പെട്ടവരാണ്. വല്ല സഈഹും ഫിൽ ഹയാത്തിദ് ദുനിയ, അവരുടെ എല്ലാ ശ്രമങ്ങളും ഈ ലോകത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന്. അപ്പോൾ ആരെങ്കിലും ഈ വിഷയത്തിൽ, അതായത് സ്വർഗത്തിൻ്റെയും അതുപോലെ പരലോകത്തെക്കുറിച്ചും എന്തെങ്കിലും ഇവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്നോ പ്രഭാവിതരാകാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കാൻ ശ്രമിച്ചാൽ ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും തന്നെ അവരിൽ നിന്ന് ലഭിക്കുകയില്ല. പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് സമഗ്രമായ പരാമർശിച്ച, അതിനെക്കുറിച്ച് ചർച്ച നടത്തിയ ഏക ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ് എന്ന് ഹുസൂർ പറയുന്നു. പിന്നെ പറയുന്നു, വഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ നിത്യവാസികളായിരിക്കുമെന്ന്.
അവർക്കൊരിക്കലും നാശം സംഭവിക്കില്ല എന്ന്. ഇത് ആദ്യത്തെ 2 കാര്യങ്ങളുടെ അനിവാര്യമായ ഫലമാണ്. അതായത് മനുഷ്യൻ്റെ ഭക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ് മനുഷ്യന് നാശം സംഭവിക്കുന്നത്. അത് വിപരീത ഫലങ്ങൾ സംഭവിക്കുമ്പോൾ ഭക്ഷണം അപ്പോഴാണ് രോഗങ്ങൾ വരുന്നതും മറ്റേതായിട്ട് അവന് നാശം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും അവരെ കൊല്ലണം, അപ്പോഴാണ് അവൻ മരിച്ചു പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇവിടെ നടക്കുന്നത്. കാരണം ഇവിടുത്തെ ഭക്ഷണങ്ങൾ, സ്വർഗത്തിലെ ഭക്ഷണങ്ങൾ, ഓരോ ഭക്ഷണവും മറ്റൊന്നിന് പൂരകമാവുകയും വ്യക്തിയുടെ ആന്തരിക ശക്തികൾക്ക് അനുസൃതമാവുകയും ചെയ്യുമ്പോൾ എല്ലാ കൂട്ടാളികളും നല്ലവരും ശുദ്ധനുമായിരിക്കുമ്പോൾ ആർക്കും ആരെയും ഉപദ്രവിക്കാനോ കൊല്ലാനോ കഴിയില്ല. അതിന് പുറമെ ആ ഭക്ഷണവും അതിന് കൃത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അതും നശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തികൾ അവിടെ നിത്യജീവൻ്റെ സ്ഥാനം കണ്ടെത്തുകയും ചെയ്യുന്നുവെന്ന് ഉസൂർ ഇവിടെ പറയുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.